നൗഷാദിനും കുഞ്ഞാമ്മേനും മറുപടി പറയുകയല്ല, അവർക്ക് മറുപടി പറയുന്നതിനേക്കാളും നല്ലത് പൂച്ചക്ക് പുല്ല് പറിക്കാൻ പോല എന്ന് നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്നാൽ അവർ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ച കാരണത്താൽ പല സുഹൃത്തുക്കളും ഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞു, നബിസ്വലമ തങ്ങളുടെ ശാരീരിക പ്രത്യേകതകൾ സോഷ്യൽ മീഡിയയിൽ പറയാതിരിക്കലാണ് നല്ലത് എന്ന നിങ്ങളുടെ വീഡിയോ ഒന്ന് വിശദീകരിച്ചാൽ വളരെ നന്നായിരുന്നു എന്ന്. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നബിസ്വലമ തങ്ങളുടെ ശരീരത്തിനും അവിടുത്തെ ശരീരത്തിൻ്റെ ഓരോ രോമകൂപങ്ങൾക്കും പ്രത്യേകതകളും ബറക്കത്തുകളും ഉണ്ടെന്ന് വിശ്വസിക്കുകയും അതിൻ്റെ പേരിൽ പുണ്യമെടുക്കാൻ ബറക്കത്തെടുക്കാൻ സന്നദ്ധരാവുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. അവരോടാണ് നമ്മൾ സംസാരിക്കുന്നതും. ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തത്തിനും മാലിന്യങ്ങൾക്കും, അതായത് വിസർജ്യ വസ്തുക്കൾക്കും വിയർപ്പിനും അവിടുത്തെ തിരുകേശത്തിനും നഖത്തിനു പോലും ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്നും അവിടുത്തെ ഷമാഇലുകളെല്ലാം നമുക്ക് വളരെയധികം ഇമാം തിർമിദിയെ പോലെയുള്ള ഇമാമിങ്ങൾ പറഞ്ഞു തന്നതുമാണ്. അതെല്ലാം നാം വിശ്വസിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാം പറഞ്ഞുകൊണ്ട് അതിലൊന്നും വിശ്വാസമില്ലാത്ത ആളാണ് പേരോട് ഉസ്താദും ഇയാളും എന്നൊക്കെ പറഞ്ഞ് നമ്മെ പരിഹസിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. അതെല്ലാം പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഈ പണ്ഡിതന്മാരെല്ലാം. പക്ഷേ അതൊക്കെ മുഅ്മിനീങ്ങൾ മാത്രം ഒരുമിച്ച് കൂടിയ ഒരു സദസ്സിൽ പറഞ്ഞാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. അത്തരം കാര്യങ്ങളൊക്കെ ഇനി എവിടെയെങ്കിലും മുഅ്മിനീങ്ങളുടെ സദസ്സിൽ പണ്ഡിതന്മാർ പറഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്ത ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് നല്ലതല്ല എന്നൊക്കെയാണ് ഞാനതിൽ പറഞ്ഞത്. അതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തരം വിഷയങ്ങളെല്ലാം നബിയെ ഉൾക്കൊള്ളാത്ത, വിശ്വസിക്കാത്ത, മനസ്സിലാക്കാത്ത മതവിരുദ്ധരും യുക്തിവാദികളും വഹാബി മൗദൂദികളും ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ അടങ്ങുന്ന സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും ആണോ ഈ ആളുകൾ അത് ഉപയോഗിക്കുക? അതല്ല, അത്തരം കാര്യങ്ങളൊക്കെ പ്രഭാഷകന്റെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത ക്ലിപ്പുകളാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു പരിഹാസ്യ പാത്രമാക്കുകയാണോ ചെയ്യുക എന്ന് ഈ കാലഘട്ടത്തിൻ്റെ അനുഭവങ്ങൾ വെച്ച് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചാൽ മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷമാഇലുകൾ പറയണ്ട എന്നല്ല പറഞ്ഞത്. തെറ്റിദ്ധരിപ്പിക്കരുത് നൗഷാദ്, തെറ്റിദ്ധരിപ്പിക്കരുത് കുഞ്ഞാമത്. അത് പറയണ്ട എന്നല്ല പറഞ്ഞത്. അത് മുഅ്മിനീങ്ങൾ മാത്രം അടങ്ങുന്ന സദസ്സിൽ പറഞ്ഞ് പുണ്യം നേടി സന്തോഷിച്ച് ദുആ ചെയ്ത് പിരിയാനാണ് എൻ്റെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതെന്ന് അത് മുഴുവൻ കേൾക്കുന്നവർക്ക് മനസ്സിലാകും. എന്നാൽ അവ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് മതവിരുദ്ധർക്കും യുക്തിവാദികൾക്കും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കാനും പരിഹസിക്കാനും ഉള്ള ഒരു ആയുധമാക്കി കൊടുക്കരുത്. നമ്മുടെ വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കുന്ന, പരിഹസിക്കുന്ന, അവിടുത്തെ ഇകഴ്ത്താൻ ഒരു കാരണമായി തീരരുത് എന്ന നിലക്ക് മാത്രമാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്.